മറ്റു വാർത്തകളിലേക്ക്. ഗസയിൽ ഇന്ന് 4 പേരെ ഇസ്രായേൽ വധിച്ചു. തെക്കൻ ഗസയിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. വെസ്റ്റ് ബാങ്കിൽ ഒരു കുട്ടിയെയും ഇസ്രായേൽ വെടിവെച്ചു കൊന്നു. ഗസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും ചർച്ച നടത്തി. ഗസയെ വിഭജിച്ച ഇസ്രായേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിക്ക് അമേരിക്ക രൂപം നൽകിയതായി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത മഴയിൽ താൽക്കാലിക ടെന്റുകൾ തകർന്നതോടെ ഗസയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാണ്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ദക്ഷിണാഫ്രിക്കയിലേക്ക് 130 ഫലസ്തീനികളെ നാടുകടത്തിയതിൽ ദുരൂഹത തുടരുകയാണ്. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വലിയ തോതിലുള്ള ആക്രമണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും റഫ ഉൾപ്പെടെയുള്ള തെക്കൻ ഗസക്ക് നേരെയാണ് ഇന്ന് ആക്രമണം കൂടുതൽ നടന്നത്. 4 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് ഗസയെ പൂർണ്ണമായിട്ടും വിഭജിക്കാനുള്ള വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിക്ക് അമേരിക്ക രൂപം നൽകിയതായിട്ട് ദി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര സേനയെ അടിയന്തരമായിട്ട് ഗസയിൽ വിന്യസിക്കാനും ആ സേനയ്ക്ക് വേണ്ടി ഒരു ഗ്രീൻ സോൺ രൂപപ്പെടുത്താനുമാണ് ഇപ്പോൾ നീക്കം. ആ ഗ്രീൻ സോണിനും അതോടൊപ്പം തന്നെ ഈ റെഡ് സോൺ എന്ന ഒരു പ്രദേശത്തേക്ക് ഫലസ്തീൻ ജനതയെ പരിമിതപ്പെടുത്താനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ അമേരിക്ക ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്രീൻ സോണിനും യെല്ലോ സോണിനും ഇടയിലായിട്ട് അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കും. അപ്പോൾ നേരത്തെയുള്ള ഒരുപക്ഷെ 2023 ഒക്ടോബർ 7 മുമ്പുള്ള ഒരവസ്ഥയിൽ എത്രമാത്രം ജനനിബിഡമായിരുന്നോ ഗസ, ആ അവസ്ഥയെ മാറ്റി മറിക്കുകയും വളരെ പരിമിതമായിട്ടുള്ള ഒരു പകുതി പ്രദേശത്തേക്ക് ഗസയിലെ ജനതയെ ചുരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് അമേരിക്ക മുന്നിൽ കാണുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സേനയെ വിന്യസിക്കാനുള്ള തിരക്കിട്ട നീക്കം അമേരിക്ക നടത്തുന്നത് എന്നുകൂടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇസ്രായേലുമായിട്ട് അമേരിക്ക തിരക്കിട്ട ചർച്ചകൾ തുടരുന്നുണ്ട്. കാരണം ഈ രണ്ടാം ഘട്ട 20 ദിന പദ്ധതിയുടെ ഭാഗമായുള്ള ആ ചർച്ചയ്ക്ക് ഇസ്രായേലിനെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചർച്ചയും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്തോനേഷ്യ മാത്രമാണ് സൈനികരെ വിട്ടയക്കാൻ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈജിപ്ത്, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടും സൈന്യത്തെ വിട്ടു നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും രൂപപ്പെടുത്തുന്ന ഈ പദ്ധതിയോട് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഈജിപ്തിനും അതോടൊപ്പം തന്നെ ഖത്തറിനും തുർക്കിക്കും ശക്തമായിട്ടുള്ള എതിർപ്പുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അമൃത. നാസർ, അതുപോലെ തന്നെ ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഒരു വശത്തെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, നമുക്കറിയാം. ഈ ചർച്ചകൾ യാതൊരു വിധത്തിലും മുന്നോട്ട് പോകില്ല എന്ന് തന്നെയല്ലേ നെതന്യാഹുവിന്റെ ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും, കാരണം നേരത്തെ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയിൽ വളരെ കൃത്യമായി തന്നെ ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത നൽകിയിരുന്നു. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുക, അതോടൊപ്പം തന്നെ ഹമാസിനെ നിരായുധീകരിക്കുക എന്ന 2 ലക്ഷ്യത്തിലേക്ക് മാത്രം അമേരിക്കയും ഇസ്രായേലും ചുരുങ്ങുകയാണ്. മറ്റ് ലക്ഷ്യങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ അവരുടെ അജണ്ടയിൽ ഇല്ല എന്നുകൂടിയാണ് ആ പ്രതികരണങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഹമാസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ പ്രതിരോധ സംഘടനകളുടെ, പോരാളി സംഘടനകളുടെ പ്രതികരണം വളരെ പ്രധാനമായിരിക്കും. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു അടിയറവ് നിലപാടിനോട് തങ്ങൾക്ക് ഒരിക്കലും യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഹമാസ് നേതൃത്വം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് നാളെ ഇപ്പോൾ UN-ന്റെ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട്. ആ രക്ഷാസമിതി യോഗത്തിന് മുമ്പാകെ ഈ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കരട് പ്രമേയം ഈ രക്ഷാസമിതിക്ക് മുമ്പാകെ വരും. അത് അമേരിക്ക തന്നെ രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രമേയമാണ് ഇത് പാസ്സാക്കുന്നത്. ഒരു പക്ഷേ ഇതിന് ബദലായിട്ട് റഷ്യ ഒരു പ്രത്യേക പ്രമേയം കൂടി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഈ നീക്കങ്ങളൊക്കെ തന്നെയും ഫലസ്തീൻ താല്പര്യങ്ങളെ വലിയ തോതിൽ തന്നെ ഹനിക്കുന്നതായിരിക്കും. അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രം താല്പര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒന്നായിരിക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തോട് ഫലസ്തീൻ സംഘടനകളുടെ, ഫലസ്തീൻ പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഒരിക്കലും അനുകൂല
അനുകൂലമായിരിക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇതൊക്കെ തുടരുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകളുടെ ഒക്കെയും ലക്ഷ്യം എന്നത് ഗസയെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുക, ആ നിരായുധീകരിക്കുന്നതോടൊപ്പം തന്നെ ഗസയിലെ ജനതയെ പരമാവധി പുറത്തേക്ക് പോകാൻ അവർക്ക് താല്പര്യമുള്ളവരെ പുറത്തേക്ക് കൊണ്ടുപോയി കുടിയിരുത്തുക എന്ന കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി ഈ നീക്കത്തിന് പിന്നിലുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും ഫലസ്തീൻ താല്പര്യങ്ങളെ വലിയ തോതിൽ ഗ്രീൻ സോൺ പദ്ധതി എന്ന് പറയുന്നത് വലിയൊരു സൈനിക പദ്ധതിക്കാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നൊക്കെയാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് അമേരിക്കയുടെ പ്ലാൻ? അമേരിക്ക ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് പരമാവധി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേനയെ കൊണ്ടുവരിക, എന്നിട്ട് ആ സേനയുടെ മേൽനോട്ടത്തിൽ ഗസയുടെ രഹസ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കുക, ഇസ്രായേലി സൈനികർക്കൊപ്പം തന്നെ ഈ സേനയെയും വിന്യസിക്കുക എന്ന്. അതായത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ ഹനിക്കാൻ വേണ്ടി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേനയെ കൂടി കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക പരിമിതപ്പെടുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സേനയെ വിന്യസിക്കാൻ വേണ്ടി പ്രത്യേക ഗ്രീൻ സോൺ രൂപപ്പെടുത്തുക. അത് നിലവിലുള്ള യെല്ലോ സോണിന് നേരെ പിറക് ഭാഗത്തായിട്ടാണ് ഈ ഗ്രീൻ സോൺ രൂപപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ യെല്ലോക്കും ഗ്രീൻ സോണിനും പിന്നെ ഇടയിലായി ഇസ്രായേൽ സൈനികരുണ്ടാവും, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാൻ പോകുന്ന സേനയുടെ അംഗങ്ങളും ഉണ്ടാകും. മറിച്ച് റെഡ് സോൺ എന്ന ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ട് ഫലസ്തീൻ ജനതയെ പരിമിതപ്പെടുത്തും. അവിടെയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പോലും അമേരിക്ക മൗനം പാലിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും പിന്നെ ഇസ്രായേലിന്റെ അധിനിവേശത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക, അതിലൂടെ തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുക, അതിന് ഈ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഫ്രഞ്ച്, ബ്രിട്ടൻ, അതോടൊപ്പം തന്നെ മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേനയെ പ്രയോജനപ്പെടുത്തുക എന്ന കൃത്യമായിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യത്തിലൂടെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും തുർക്കിയും ഇക്കാര്യത്തിൽ തങ്ങളുടെ വിയോജിപ്പ് വളരെ ശക്തമായി തന്നെ അമേരിക്കയെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നാളെ ഈ UN-ന്റെ രക്ഷാസമിതിയുടെ കരട് പ്രമേയത്തിന് അനുമതി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പൊടുന്നനെ തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തിരക്കിട്ട പ്രായോഗിക നടപടികൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അമൃത.